കാർത്തിക്, ജസ്റ്റ് 1 മിനിറ്റ്, ഒന്ന് ക്യാബിനിലേക്ക് വരുമോ? കാർത്തിക്കിന്റെ ഐഫോൺ ബീപ്പ് ചെയ്തു. തന്റെ മാനേജർ ലീന തമ്പിയുടെ മെസ്സേജാണ്. അവൻ പതുക്കെ ഗ്ലാസ് ഡോർ തള്ളി ഉള്ളിലേക്ക് കയറി. കാർത്തിക് രാജ്, 28 വയസ്സ്, കാണാൻ സുന്ദരൻ, ലാബ്കോൺ ടെക്നോളജീസ് എന്ന IT കമ്പനിയുടെ സീനിയർ ഡെവലപ്പറാണ്. ക്യാബിനിൽ ലീന തന്റെ ചെയറിൽ ചാരിയിരുന്ന് ഗ്ലാസ്സിലെ റെഡ് വൈൻ മെല്ലെ ചുഴറ്റുകയായിരുന്നു. അവൾക്ക് വയസ്സ് 45 കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ കണ്ട 30കളുടെ തിളക്കമാണ്. ഫോർമൽസാണ് വേഷം, വെൽ കെയർഡ് ഔട്ട്ലുക്ക്. ഇപ്പോ കോട്ടിന്റെ മുകളിലത്തെ ഒരു ബട്ടൺസ് അഴിച്ചു വിടർത്തി വെച്ചിട്ടുണ്ട്. അവളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരുതരം വേട്ടക്കാരിയുടെ ഭാവമാണെന്ന് കാർത്തിക്കിന് തോന്നാറുണ്ട്. ഇരിക്കൂ കാർത്തിക്, അവൾ പുഞ്ചിരിച്ചു. അവർ AC 18 ഡിഗ്രിയാക്കി കുറിച്ചിട്ടു. ഓഫീസിലെ വൈകുന്നേരങ്ങളിൽ AC വെന്റിലേറ്ററുടെ വരുന്ന കാറ്റിന് ഒരു തരം തണുപ്പല്ല, മരവിപ്പാണ് എന്ന് കാർത്തിക്കിന് തോന്നിത്തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഓഫീസ് ശൂന്യമാകും. പക്ഷേ ലീന തമ്പി എന്ന തന്റെ ബോസിന്റെ ക്യാബിനിൽ അപ്പോഴും വെളിച്ചമുണ്ടാകും. അത് കാർത്തിക്കിനുള്ള ഒരു സന്ദേശമാണ്. നീയിപ്പോൾ പോകാൻ പാടില്ല. നമ്മുടെ പുതിയ പ്രൊജക്ടിന്റെ റിവ്യൂ ഒന്നുകൂടി നോക്കണ്ടേ? മാഡം, അത് ഞാൻ ഇമെയിൽ ചെയ്തിരുന്നല്ലോ, എല്ലാം കംപ്ലീറ്റ് ആണ്, കാർത്തിക് വിനയത്തോടെ പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, പക്ഷേ എനിക്ക് നിന്നിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതാണ് ഇഷ്ടം. അവൾ എഴുന്നേറ്റ് വന്ന് അവന്റെ തൊട്ടടുത്തുള്ള ടേബിളിൽ ചാരി നിന്നു. അവളുടെ പെർഫ്യൂമിന്റെ തീവ്രമായ ഗന്ധം അവനിൽ അസ്വസ്ഥതയുണ്ടാക്കി. കാർത്തിക്, നീ ഈ അടുത്ത കാലത്തായി എന്നിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആം ഐ ബോറിംഗ് യു? കാർത്തിക് തല താഴ്ത്തി. ഒരിക്കലും ഇല്ല മാഡം, ജോലിത്തിരക്ക് കാരണമാണ്. ലീന ഒന്ന് ചിരിച്ചു. അവളൊരു ചെറിയ ബോക്സ് അവന്റെ മുന്നിലേക്ക് നീങ്ങി. ഇത് തനിക്കുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ദുബായി പോയപ്പോൾ വാങ്ങിയതാ, ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. മാഡം, താങ്ക് യു, ബട്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല, കാർത്തിക് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ലീനയുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. അവൾ അവനിലേക്ക് അല്പം കൂടി അടുത്തു. ഓ മൈ വില്ലേജ് ബോയ്, നീ വല്ലാതെ സെൻസിറ്റീവ് ആണല്ലോ. ഈ കോർപ്പറേറ്റ് ലോകത്ത് ഇത്തരം ഗിഫ്റ്റുകൾ വെരി നോർമലാണ്. ഒന്നുകിൽ നീ ഇത് സ്വീകരിച്ച് എന്നോട് കോർപ്പറേറ്റ്, അല്ലെങ്കിൽ വാക്കൗട്ട്. അവർ ചാരിയിരുന്ന് വൈൻ കുടിച്ചു. ഒരു ഭീഷണിയുടെ സ്വരം ആ വാക്കുകളിലുണ്ടായിരുന്നു. കാർത്തിക് ഒന്നും മിണ്ടിയില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, പിന്നെ നാളെ തൊട്ട് നിനക്കൊരു പേഴ്സണൽ ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ അയാൾ നിന്നെ പിക്ക് ചെയ്യും. ഡ്രൈവറോ? എനിക്ക് എൻ്റെ ബൈക്കുണ്ടല്ലോ മാഡം, എനിക്ക് ഡ്രൈവറിൻ്റെ ആവശ്യമില്ല, അവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. ഇതൊരു ഓർഡറാണ് കാർത്തിക്, നോട്ട് എ റിക്വസ്റ്റ്, അവൾ കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി വീട്ടിലെത്തിയ കാർത്തിക്കിന് ഉറക്കം വന്നില്ല. തൻ്റെ സ്വകാര്യതയിലേക്ക് ലീന വല്ലാതെ അതിക്രമിച്ചു കയറുന്നത് അവൻ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ കാർത്തിക് തൻ്റെ ഫ്ലാറ്റിന് താഴെ എത്തിയപ്പോൾ അവിടെ തിളങ്ങുന്ന ഒരു വെള്ള സെഡാൻ കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവർ സീറ്റിൽ നിന്ന് 50കളോട് അടുത്ത് പ്രായമുള്ള ഒരാൾ പുറത്തിറങ്ങി കാർത്തിക്കിനോട് പുഞ്ചിരിച്ചു. നമസ്കാരം സാർ, ഞാൻ സലീം, ലീന മാഡം പറഞ്ഞിട്ടാണ്. സലീം വളരെ പാവം മനുഷ്യനാണെന്ന് തോന്നി. നല്ല സ്വഭാവവും പെരുമാറ്റവും. കാർത്തിക് മടിയോടെയാണെങ്കിലും പിൻസീറ്റിൽ കയറിയിരുന്നു. കാർത്തിക് സ്വർണ്ണക്കൂട്ടിൽ അകപ്പെട്ട പക്ഷിയെപ്പോലെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൻ സലീമിനെ ശ്രദ്ധിക്കുന്നത്. ട്രാഫിക് സിഗ്നലിലും തിരക്കിലും സലീം ഇടയ്ക്കിടെ ഫോണെടുത്ത് പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അതെ മാഡം, സാറിപ്പോൾ മെയിൻ റോഡിലെത്തി. ഷർട്ട് ഒരു ഇളം നീല ഷർട്ടാണ് സാർ ഇട്ടിരിക്കുന്നത്. അതെ, 10 മിനിറ്റിനുള്ളിൽ ഓഫീസിലെത്തും. കാർത്തിക്കിൻ്റെ ഉള്ളിൽ ഒരു തീക്കനൽ വീണു. ഇത് ഒരു ഫേവറല്ല, കൃത്യമായ നിരീക്ഷണമാണ്. താൻ എന്ത് ധരിക്കുന്നു, എവിടെ പോകുന്നു, എത്ര സമയം കാറിലിരുന്നു എന്നുവരെ കൃത്യമായി ലീന അറിയുന്നു. തൻ്റെ ജീവിതം ഒരു ബിഗ് ബോസ് വീട് പോലെ നിരീക്ഷിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് അവനെ ശ്വാസം മുട്ടിച്ചു. പക്ഷേ അവനെ സംബന്ധിച്ച് ഈ ജോലി അവൻ്റെ ജീവവായുവാണ്. പഠിത്തം കഴിഞ്ഞയുടനെ ഈ കമ്പനിയുടെ ആദ്യത്തെ ചെയർമാൻ രാം ഗോപാൽ സാർ നേരിട്ട് റിക്രൂട്ട് ചെയ്തതാണ്. 21 വയസ്സ് തൊട്ട് ഈ കമ്പനിയിൽ അവനുണ്ട്. പണ്ട് വെറും 10 പേരുണ്ടായിരുന്ന ഈ കമ്പനി ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ക്യാമ്പസുള്ള MNC ആയി മാറി. കോഡിങ്ങിൽ അവനുള്ള നോളേജും അവൻ ഈ കമ്പനി വളർത്തുന്നതിലും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ബഹുമുഖ കമ്പനികളിലും അവന് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ലാബ്കോണിൽ നിന്നും പോകാൻ അവൻ ഇതുവരെ തോന്നിയിട്ടില്ല. തൻ്റെ ലൈഫ് തന്നെ ലാബ്കോൺ ആണെന്ന് അവൻ വിശ്വസിച്ചു.
2 ആഴ്ചയ്ക്ക് ശേഷം നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആഡംബര ഹോട്ടലിൽ കമ്പനിയുടെ ആനുവൽ മീറ്റ് നടക്കുകയാണ്. സംഗീതവും വർണ്ണവിളക്കുകളും നിറഞ്ഞ ആ വലിയ ഹാൾ. എല്ലാവരും മദ്യപിച്ചും ചിരിച്ചും പാടിയും ആഘോഷിക്കുന്നു. കാർത്തിക് തന്റെ ടീമിലെ സുഹൃത്തുക്കളായ പ്രിയയോടും റോയിയോടും സംസാരിച്ചിരിക്കുകയായിരുന്നു. അല്ല കാർത്തിക്, നീ ഈയിടെയായിട്ട് ഭയങ്കര ബിസിയാണല്ലോ, പ്രിയ കളിയാക്കി. നമുക്കൊരു കോഫി കുടിക്കാൻ പോലും സമയം തരുന്നില്ല. കാർത്തിക് എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപ് പുറകിൽ നിന്ന് ലീനയുടെ തണുത്ത ശബ്ദം കേട്ടു. സോറി ഗേൾസ്, കാർത്തിക്കിന് എന്നോടൊരു പ്രധാന കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ലീന അവിടെ പ്രത്യക്ഷപ്പെട്ടത് ആരും അറിഞ്ഞില്ല. അവൾ പ്രിയയെയും മറ്റുള്ളവരെയും ഒരു പുച്ഛത്തോടെ നോക്കി. ലീനയുടെ ആ സാന്നിധ്യം അവിടെയുണ്ടായിരുന്ന ചിരിയെ ഇല്ലാതാക്കിയിരുന്നു. ഓക്കെ മാം. പ്രിയയും റോയും പതുക്കെ അവിടെ നിന്ന് മാറി. രാത്രി 12 മണിയോടടുക്കുന്നു. DJ സംഗീതം അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. ലീന പെട്ടെന്ന് കാർത്തിക്കിന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. ഇവിടെ ഭയങ്കര ബഹളം, എനിക്ക് ശ്വാസം മുട്ടുന്നു. വാ, നമുക്ക് ആ ബാൽക്കണിയിലേക്ക് പോകാം. അവളുടെ പിടിയിൽ നിന്ന് മാറാൻ കഴിയാതെ കാർത്തിക് ബാൽക്കണിയിലേക്ക് നടന്നു. മുകൾ നിലയിലെ ആ തണുത്ത കാറ്റിൽ അവർ തനിച്ചായി. ലീന പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഒരു തരം ആവേശത്തോടെ അവന്റെ ടൈയിൽ പിടിച്ചു. അത് ശരിയാക്കുന്ന ഭാവത്തിൽ അവൾ അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവരുടെ ശ്വാസങ്ങൾ തമ്മിൽ മുട്ടുന്ന അത്രയും അടുത്തായിരുന്നു അവൾ. നിനക്കറിയാമോ കാർത്തിക്? അവൾ അവന്റെ ചെവിയിൽ വളരെ താഴ്ന്ന സ്വരത്തിൽ മന്ത്രിച്ചു. കാർത്തി, നീ മറ്റാരുടെയെങ്കിലും കൂടെ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. യു ബിലോങ് ഇൻ മൈ സൈഡ്, ഓൺലി മൈൻ. കാർത്തിക് വേർത്തു. അവന്റെ നെഞ്ചിടിപ്പ് അവനെ തന്നെ കേൾക്കാമായിരുന്നു. മാഡം പ്ലീസ്, എന്നെ അങ്ങനെ കാണരുത്. ഐ തിങ്ക് യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. ഇതൊരു പ്രൊഫഷണൽ ബന്ധമല്ലേ? അവൻ അവളുടെ കൈ മാറ്റാൻ ശ്രമിച്ചു. ലീനയുടെ ഭാവം പെട്ടെന്ന് തണുത്തു. ലിമിറ്റ്സ് ഞാൻ നിശ്ചയിക്കും കാർത്തിക്. നീ ഒരു നല്ല കുട്ടിയായി കൂടെ നിന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. പ്രമോഷൻ, പണം, പവർ എല്ലാം. ഇല്ലെങ്കിൽ... അവൾ ബാക്കി പൂർത്തിയാക്കാതെ അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നുപോയി. ലീനയുടെ കണ്ണുകളിലെ ആ ഭ്രാന്തമായ സ്നേഹം അല്ലെങ്കിൽ അധികാരം അവനെ പേടിപ്പിച്ചു. ഇവർ ആദ്യമായി ഈ ഓഫീസിലെത്തിയത് ഒരു കൺസൾട്ടന്റ് പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിട്ടാണ്. ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ IT ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്തു കൊടുക്കുന്ന പ്രൊജക്റ്റായിരുന്നു അത്. അന്നിവർക്ക് ഡെഡ്ലൈൻ അച്ചീവ് ചെയ്യാനാകാതെ കരഞ്ഞപ്പോൾ കാർത്തിക്കായിരുന്നു അത് അച്ചീവ് ചെയ്തു കൊടുത്തത്. അതോടെ അവർക്ക് പ്രൊമോഷൻ ലഭിച്ചു. ഇപ്പോൾ പ്രൊജക്ട്സ് എല്ലാം ഇവരുടെ കയ്യിലൂടെയാണ് പോകുന്നത്. ആദ്യമൊക്കെ കാർത്തിക്കിനോട് സ്നേഹവും ആദരവും നന്ദിയുമെല്ലാമായിരുന്നു. പക്ഷേ പിന്നീട് അവനെ മറ്റൊരു ടീമിനും കൊടുക്കില്ല എന്ന ചിന്ത ജീവിതത്തിലും വേണമെന്നായി. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ കാർത്തിക്കിന് തന്റെ പുതിയ പ്രൊജക്ടിന്റെ ഒറിജിനൽ ഡീഡുകൾ എടുക്കേണ്ടി വന്നു. ലീന ലഞ്ച് ബ്രേക്കിന് പുറത്തുപോയ സമയമായിരുന്നു അത്. അവൻ വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ ക്യാബിനിൽ കയറി. മേശപ്പുറത്തെ ഫയലുകൾ പരതുന്നതിനിടയിലാണ് അവന്റെ കണ്ണുകൾ ആ ചെറിയ ഫോട്ടോ ഫ്രെയിമിൽ ഉടക്കിയത്. അവന്റെ ഫോട്ടോ ആയിരുന്നു അത്. സാധാരണയായി ഓഫീസുകളിൽ ഉള്ളതല്ല അത്. മറിച്ച് കാർത്തിക് തന്റെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ഒരു ഞായറാഴ്ച രാവിലെ ടീഷർട്ടും ഷോർട്ട്സും ഇട്ട് കാപ്പി കുടിച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. വളരെ ദൂരെ നിന്ന് ഗ്ലാസ് ജനലിലൂടെ ആരോ രഹസ്യമായി പകർത്തിയ ചിത്രം. അവൻ പോലും അറിയാത്ത അവന്റെ സ്വകാര്യ നിമിഷം. അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ലീന അവനെ ഓഫീസിലല്ല അവന്റെ വീട്ടിലും പിന്തുടരുന്നു. താൻ കുളിക്കുന്നതും കിടന്നുറങ്ങുന്നതും വസ്ത്രം മാറുന്നതുവരെ അവൾ കാണുന്നുണ്ടോ? തന്റെ ക്യാബിനിലെ CCTVയിലൂടെ അവരെല്ലാം നോക്കിക്കാണുകയായിരുന്നു. അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി. മുഖം കഴുകി കണ്ണാടിയിലേക്ക് നോക്കി. ഈ ലോകം ആരുടെയും കുത്തകയല്ല. എല്ലാവർക്കും ഒരേ അവകാശങ്ങളാ. തന്നോടിപ്പോൾ അവർ കാണിക്കുന്നത് വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് ആണ്. തന്റെ അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്തിയേ മതിയാകൂ. അവൻ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. ആ രാത്രി കാർത്തിക് ഉറങ്ങിയില്ല. ഒരുതരം വാശിയായിരുന്നു. രാവിലെ 6 മണിയായപ്പോഴേക്കും അവൻ തയ്യാറായി കഴിഞ്ഞു. കയ്യിലൊരു ഫയലുണ്ട്. ലീന തമ്പിക്കെതിരെയുള്ള ഔദ്യോഗിക പോഷ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് പരാതി, അവളുടെ അതിക്രമങ്ങൾ, സലീമിനെ വിട്ടുള്ള നിരീക്ഷണം, ബാൽക്കണിയിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം എല്ലാം അവൻ കൃത്യമായി എഴുതി തയ്യാറാക്കി. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകും, കാർത്തിക് സ്വയം പറഞ്ഞു. 8 മണിയോടെ അവൻ ഓഫീസിലെത്തി. പതിവിലും നേരത്തെയാണ്. സെക്യൂരിറ്റി ഗേറ്റിലെ ടേൺ സ്റ്റൈലിൽ അവൻ തന്റെ ID കാർഡ് പഞ്ച് ചെയ്തു. ബീപ് ബീപ് ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. ആക്സസ് ഡിനൈഡ്. കാർത്തിക് ഒന്നുകൂടെ ശ്രമിച്ചു. അപ്പോഴും ആക്സസ് ഡിനൈഡ് എന്ന് തന്നെ കാണിച്ചു. സർ, ഒന്ന് മാറി നിൽക്കാമോ?
സെക്യൂരിറ്റി ഓഫീസർ പ്രകാശ് അടുത്തു വന്നു പറഞ്ഞു. എന്തോ കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കട്ടെ, അയാൾ പറഞ്ഞു. പ്രകാശ്, ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ, കാർത്തിക് അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. പ്രകാശ് സിസ്റ്റത്തിൽ നോക്കി മുഖമുയർത്തി. അയാളുടെ നോട്ടത്തിൽ പഴയ ബഹുമാനമില്ലായിരുന്നു. സർ, നിങ്ങളുടെ ആക്സസ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതാണ്. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. നിങ്ങൾ ദയവായി എൻ്റെ കൂടെ വരണം. മനസ്സിലാക്കാതെ അവൻ തറഞ്ഞു നിന്നു. ബട്ട് പ്രകാശ്, അവൻ എന്തോ പറയാൻ തുനിഞ്ഞതും പ്രകാശ് അവനോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. ലിഫ്റ്റിന് പകരം അവർ അവനെ കൊണ്ടുപോയത് മെയിൻ ഹാളിലെ ഗ്ലാസ് ഭിത്തികളുള്ള കോൺഫറൻസ് റൂമിലേക്കാണ്. ഓഫീസിലെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഇരിടം. അപ്പോഴേക്കും ജീവനക്കാർ ഓരോരുത്തരായി എത്തിത്തുടങ്ങിയിരുന്നു. എന്താ പ്രകാശ് ഇതൊക്കെ? എനിക്ക് HR ഡയറക്ടറെ കാണണം, കാർത്തിക് ഒച്ചയുയർത്തി. നിങ്ങളെ നേരിട്ട് കാണാനാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. HR ഡയറക്ടർ മേനോനും കൂടെ 2 സെക്യൂരിറ്റി ഗാർഡുകളും അങ്ങോട്ട് വന്നു. മേനോന് പണ്ട് മുതലേ കാർത്തിക്കിനോട് വല്ലാത്തൊരു വിദ്വേഷമാണ്. ഓഫീസിലെ സീനിയേഴ്സിന് പോലും കാർത്തിക്കിനോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് അയാളെ ചൊടിപ്പിച്ചിരുന്നത്. 1-2 വട്ടം അനാവശ്യമായി കാർത്തിക്കിന്റെ പേരിൽ കംപ്ലയിൻസ് ഉണ്ടാക്കാനും അയാൾ ശ്രമിച്ചിരുന്നു. മേനോൻ അകത്തേക്ക് നടന്നു വന്നു. അയാളുടെ കയ്യിൽ ഒരു വലിയ ഡിജിറ്റൽ ഫയൽ ഉണ്ടായിരുന്നു. അയാൾ കാർത്തിക്കിനെ ഒരു കുറ്റവാളിയെപ്പോലെ നോക്കി. കാർത്തിക്, നിന്റെ പേരിൽ ഒരു അലിഗേഷനുണ്ട്, അയാൾ പറഞ്ഞു. കാർത്തിക്കിന്റെ മുഖം ആകെ വിളറി. ലീന തമ്പി നിനക്കെതിരെ ഒരു ലൈംഗിക അതിക്രമ പരാതി ഫയൽ ചെയ്തിട്ടുണ്ട്. നീ അവരെ നിരന്തരം പിന്തുടരുന്നുവെന്നും മോശമായ മെസ്സേജുകൾ അയക്കുന്നുവെന്നും കാണിച്ച് ശക്തമായ തെളിവുകൾ അവർ ഹാജരാക്കിയിട്ടുണ്ട്. കാർത്തിക്കിന്റെ തലയിൽ ഇടിമിന്നലേറ്റ പോലെ തോന്നി. എന്താ? ഞാനോ? സർ, എൻ്റെ കയ്യിലുള്ള ഈ ഫയലൊന്ന് നോക്കൂ. ആ സ്ത്രീയാണ് എന്നെ ശല്യം ചെയ്യുന്നത്. അവരുടെ ഡ്രൈവർ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴുള്ള ഫോട്ടോ വരെ അവർ രഹസ്യം എടുത്തു വെച്ചിട്ടുണ്ട്. ലിറ്ററലി ഷീ ഈസ് സ്റ്റോക്കിംഗ് മീ, അവൻ അലറി. മേനോൻ പുച്ഛത്തോടെ ചിരിച്ചു. സലീം എന്ന ഡ്രൈവർ നൽകിയ മൊഴിയിൽ പറയുന്നത് നീയാണ് ലീനയെക്കുറിച്ച് എപ്പോഴും ചോദിക്കാറുള്ളതെന്നാണ്. പിന്നെ നിന്റെ വീട്ടിലെ ഫോട്ടോ, അത് നീ അവർക്ക് അയച്ചു കൊടുത്തതാണെന്നതിൻ്റെ സ്ക്രീൻഷോട്ട് അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാർത്തിക് തകർന്നു പോയി. വാട്ട്? സർ, അവർ പറയുന്നത് കള്ളമാണ്. നിങ്ങൾ ഇതൊന്ന് പരിശോധിക്കണം. കാർത്തിക് കയ്യിലെ ഫയൽ ഓപ്പണാക്കി. കാർത്തിക്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നീ വൈകിപ്പോയി, മേനോൻ അവൻ്റെ ചെവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു. അയാളുടെ മുഖത്ത് ഒരു വിജയച്ചിരി തെളിഞ്ഞു. അവൻ ഗ്ലാസ് ഭിത്തിക്ക് അപ്പുറത്തേക്ക് നോക്കി. ഓഫീസിലെ സഹപ്രവർത്തകർ ഓരോരുത്തരുമായി അവിടെ തടിച്ചുകൂടുന്നുണ്ട്. എല്ലാവരും ഞെട്ടലോടെ നോക്കുകയാണ്. അപ്പോഴേക്കും ലീന വന്നിരുന്നു. അവർ മുഖത്ത് സങ്കടഭാവം വരുത്തിയിരുന്നു. അവർ മേനോന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. അയാൾ അവരെ സമാധാനിപ്പിച്ച് അവരുടെ ക്യാബിനിൽ കൊണ്ടിരുത്തി. അടുത്ത കുറച്ചു മണിക്കൂറുകൾ ഒരു പ്രഹസനം പോലെയായിരുന്നു. അവൻ ആ ഗ്ലാസ് മുറിയിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ എല്ലാവരും അവനെതിരെ എന്തൊക്കെയോ പറഞ്ഞു. ലീന തൻ്റെ ക്യാബിനിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടെ കണ്ണു തുടയ്ക്കുന്നതും സഹപ്രവർത്തകർ അവളെ ആശ്വസിപ്പിക്കുന്നതും അവന് കാണാം. ഒരു ഇരയുടെ വേഷം അവൾ അത്രയ്ക്ക് മനോഹരമായി അഭിനയിക്കുകയാണ്. ഇടയ്ക്ക് അവൾ അവനെ നോക്കി. ആ നോട്ടത്തിൽ ഒരു വിജയച്ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നീ എൻ്റേതാണെന്ന്. ഉച്ച കഴിഞ്ഞപ്പോൾ മേനോൻ വീണ്ടും വന്നു. അയാളുടെ കയ്യിൽ കാർത്തിക്കിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട വ്യാജ ചാറ്റുകളുടെ പ്രിന്റ് ഔട്ടുകൾ ഉണ്ടായിരുന്നു. നോക്കൂ കാർത്തിക്, ലീനയ്ക്ക് നീ അയച്ച ചാറ്റ്സ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? നീ ഇത്തരമൊരു പേവേർട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതൊക്കെ ആ സ്ത്രീ ഉണ്ടാക്കിയതാണ് സർ. പ്ലീസ്, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. കാർത്തിക്കിന്റെ ശബ്ദം ഇടറി. അയാളുടെ മുഖമൊന്നു മാറി. സി മിസ്റ്റർ കാർത്തിക്, ലീനയാണ് ഇവിടെ യഥാർത്ഥ വിക്ടിം. അവരുടെ മാനസികാവസ്ഥ ഈ കമ്പനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ഇനിയും ഹറാസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അയാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ബട്ട് മേനോൻ, എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണം, അവൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. നോ നീഡ്. നിന്നെപ്പോലെയുള്ള ക്രിമിനലുകളെ ഈ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ലാപ്ടോപ്പ് ഇപ്പം തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. യു ആർ ഫയർഡ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയാൽ പോലീസിനെ വിളിക്കില്ല, അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. യു കനോട്ട്, അവൻ ഞെട്ടിത്തരിച്ചു നിന്നുകൊണ്ട് പുലമ്പി. നിന്റെ കരിയർ മാത്രമല്ല, നിന്റെ അന്തസ്സും നീ ഇന്നിവിടെ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. നോ മോർ ടോക്സ്, ഗെറ്റ് ഔട്ട്. അയാൾ ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. തൻ്റെ കയ്യിലുള്ള പോഷ് പരാതിയുടെ ഫയൽ ഒരു പാഴ് വസ്തുവായി മാറിയത് കാർത്തിക് നോക്കി നിന്നു. ഒരു കുറ്റാരോപിതന് തൻ്റെ ഭാഗം പറയാനുള്ള അവസരം പോലും നിഷേധിച്ചിരിക്കുകയാണ്.
ഇതെന്ത് നിയമ സംവിധാനമാണ്? നിയമം കൊണ്ടുവന്നത് തന്നെപ്പോലെയുള്ളവർക്ക് വേണ്ടിയാണെന്ന് കരുതിയത് എത്ര വലിയ വിഡ്ഢിത്തം. ലീന തമ്പിയെപ്പോലുള്ള പവർഫുൾ വ്യക്തികൾ സിസ്റ്റത്തെ തന്നെ വിലക്കെടുത്തിരിക്കുന്നു. കുറച്ചുനേരം എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ അവൻ അവിടെ തന്നെ ഇരുന്നു. ശേഷം പതുക്കെ തൻ്റെ ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നും കൂടെ ഇരുന്ന് ജോലി ചെയ്ത പ്രിയയും റോയും പോലും അവന് മുഖം കൊടുത്തില്ല. കമ്പനി പോളിസി പ്രകാരം ഫയർ ചെയ്യപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നതും കോണ്ടാക്ട് നിലനിർത്തുന്നതും അപരാധമാണ്. പുതിയ HR പോളിസി മേനോൻ കൊണ്ടുവന്നതാണ്. അവൻ ലാപ്ടോപ്പ് ബാഗ് ടേബിളിൽ വെച്ചു. ID കാർഡും എല്ലാ പ്രോപ്പർട്ടീസും ഹാൻഡ് ഓവർ ചെയ്തു. സെക്യൂരിറ്റിക്കാർ അവനെ പിടിച്ച് പുറത്തേക്ക് നടത്തി. 100 കണക്കിന് കണ്ണുകൾ അവനെ ഒരു വേട്ടക്കാരനായി മുദ്ര കുത്തിക്കൊണ്ട് നോക്കി നിൽക്കെ ഒന്നും മിണ്ടാനാകാതെ അവൻ ആ പടികളിറങ്ങി. തൻ്റെ കരിയർ, തൻ്റെ ജീവിതം, തൻ്റെ ലോകം തന്നെ ഒറ്റ രാത്രി കൊണ്ട് അവന് നഷ്ടമായി. എല്ലാ ബന്ധങ്ങളും അവനിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി. കയ്യിലൊന്നുമില്ല, പക്ഷെ തോൽക്കാനുള്ള മനസ്സില്ലായിരുന്നു. കാരണം തന്നോട് കാണിച്ചത് ചതിയാണ്, അനീതിയാണ്. ഓരോ പടികൾ ഇറങ്ങുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു കാട്ടുതീ പടരുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവൻ്റെ ഫോൺ തുടർച്ചയായി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. IT ഇൻഡസ്ട്രിയിലെ പ്രമുഖ ഗ്രൂപ്പുകളിൽ കാർത്തിക്കിന്റെ ഫോട്ടോയും ലീനയുടെ പരാതിയും കാട്ടുതീ പോലെ പടർന്നിരുന്നു. ബി കെയർഫുൾ ഓഫ് ദിസ് പ്രെഡേറ്ററി ഡെവലപ്പർ എന്ന ടാഗ് ലൈനോടെ അവൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വരെ ഷെയർ ചെയ്യപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ 8 വർഷത്തെ കരിയർ ഒരു ചപ്പുകടലാസായി മാറി. അന്ന് വൈകുന്നേരം ഫ്ലാറ്റിലെത്തിയപ്പോൾ അവിടെ സെക്യൂരിറ്റിയും ഓണറും റെസിഡൻറ്റ് സെക്രട്ടറിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ ജനലിലൂടെയും സ്ത്രീകളും കുട്ടികളും ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. കാർത്തിക്, കൂടുതലൊന്നും പറയണ്ട. വാർത്തകളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. കുടുംബമായി താമസിക്കുന്നവരുള്ള ഫ്ലാറ്റാണിത്. നിന്നെപ്പോലെ ഒരാളെ ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് മുൻപ് നീ ഈ ഫ്ലാറ്റ് ഒഴിയണം. ഓണറുടെ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ തറച്ചു. സർ, ആരും എന്താ എനിക്ക് പറയാനുള്ളത് കേൾക്കാത്തത്? നിങ്ങളുടെ ഒരു ന്യായവും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇത് റെസിഡൻസിയുടെ തീരുമാനമാണ്. പ്ലീസ് കോപ്പറേറ്റ്. അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ റെന്റ് കൃത്യമായി തരുന്നതല്ലേ. എന്നോട് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടണമെങ്കിൽ അതിനൊരു സാമാന്യ മര്യാദയില്ലേ? ഒരു 2 ദിവസമെങ്കിലും തരണ്ടേ? അവൻ്റെ ശബ്ദം കനത്തു. പ്ലീസ് മിസ്റ്റർ കാർത്തിക്, നിങ്ങൾക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പൈസ തരാം. ഒന്നിവിടെ നിന്ന് ഒഴിയണം. ചെറിയ പെൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. സ്ത്രീകൾക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ലേഡീസ് ഗ്രൂപ്പിലൊക്കെ മാത്രമല്ല, മീഡിയ ഒക്കെ ഇവിടേക്ക് വന്ന വലിയ വിഷയമാണ്, ഓണർ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളൊക്കെ തന്നെ ഭയക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം പിടഞ്ഞു. എല്ലാവർക്കുമിടയിൽ താനൊരു വൃത്തികെട്ടവനും റേപ്പിസ്റ്റുമായെന്നോർത്തപ്പോൾ അവൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അവരുടെ എല്ലാ ഡോക്യുമെന്റ്സിലും അവൻ ഒപ്പുവെച്ച് നൽകി. രാവിലെ ഇറങ്ങാനായി തീരുമാനിച്ചു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ തകർന്നു പോയ മനസ്സുമായി തൻ്റെ അച്ഛനെ വിളിച്ചു. പക്ഷെ ഫോൺ എടുത്തത് അവൻ്റെ സഹോദരിയായിരുന്നു. അവൾ കരയുകയായിരുന്നു. കാർത്തിക്, നീ എന്തിനാടാ ഇത് ചെയ്തത്? ലീനാമ്മയുടെ അച്ഛനെ വിളിച്ചിരുന്നു. അവരെത്ര സങ്കടപ്പെട്ടാണെന്നോ സംസാരിച്ചത്. നീ അവരെ ശല്യം ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അവരച്ഛൻ അയച്ചു കൊടുത്തു. അച്ഛൻ തളർന്നാകെ കിടപ്പിലായി. നിനക്ക് പണവും പെണ്ണും വേണമെങ്കിൽ വേറെ എത്ര വഴികളുണ്ടായിരുന്നു. ഞങ്ങളുടെ തല കുനിപ്പിച്ചു നീ. അല്ല അനു, അവര് പറയുന്നത് കള്ളാ. നീ ഒന്ന് കേൾക്ക്. മതി, ഇനിയൊന്നും കേക്കണ്ട. നിന്നെപ്പോലൊരു സഹോദരനുണ്ടെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാ. ഫോൺ കട്ടായി. സ്വന്തം രക്തം പോലും അവനെ കൈവിട്ടു. ലീന തമ്പി എന്ന ചിലന്തി കെട്ടിയ വലയിൽ അവന്റെ പ്രിയപ്പെട്ടവർ പോലും കുടുങ്ങിപ്പോയിരുന്നു. ഒരു വലിയ ഉപകാരിയെപ്പോലെ അഭിനയിച്ച് അവൾ കാർത്തിക്കിന്റെ വേരുകൾ അറുത്തുമാറ്റി. ഈ സമയം ലീന അവരുടെ ഫോൺ നോക്കി ബെഡ്റൂമിൽ കിടക്കുകയായിരുന്നു. അവരുടെ പേരിൽ ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് പലരും ക്യാമ്പയിനുകൾ തുടങ്ങിയിരുന്നു. ലീന അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിലെ ഒരു പേഴ്സണൽ ഫോൾഡർ ഓപ്പണാക്കി. അതിൽ മുഴുവൻ അവർ കാർത്തിക് അറിയാതെ എടുത്ത ഫോട്ടോസ് ആയിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഡാർലിംഗ്, എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ. അനുസരണ കാണിക്കാത്ത കുട്ടിയായതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല, നീ കരുതി നീ മാത്രമാണ് സ്മാർട്ടെന്ന്. എനിക്കെതിരെ നീ പോഷിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒത്തിരി സമയം വേണോ? നിന്റെ ഫോണിലും ലാപ്പിലും, എന്തിനധികം ബെഡ്റൂമിൽ പോലും എൻ്റെ ക്യാമറകളാണ്. എല്ലാം ഞാൻ അറിയും, നീ പോലും അറിയുന്നതിന് മുൻപ്. അവർ അവൻ്റെ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കി ചിരിച്ചു. ആ രാത്രി കാർത്തിക് നഗരത്തിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നടന്നു. സുഹൃത്തുക്കളെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും മിക്കവരും നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. ബാക്കിയുള്ളവർ ഫോൺ എടുത്തില്ല.
രാത്രി 12 മണിയോടടുക്കുന്നു. അവൻ നഗരത്തിലെ വലിയൊരു പാലത്തിന് മുകളിലെത്തി. താഴെ കറുത്ത നിറത്തിൽ ഇരുണ്ടു മരവിച്ചൊഴുകുന്ന പുഴ. താൻ ഇത്ര നാളും ഉയിര് കൊടുത്ത് ജോലി ചെയ്ത സ്ഥാപനം തൻ്റെ ഒരു വാക്കുപോലും കേൾക്കാതെ പട്ടിയെപ്പോലെ പുറത്താക്കി. അതും വെറും സൃഷ്ടിക്കപ്പെട്ട ഫേക്ക് സംഭവത്തിന് മുന്നിൽ. അവനപ്പോൾ അവൻ്റെ ഗോഡ് ഫാദർ എന്ന് വിശ്വസിച്ചിരുന്ന ഈ കമ്പനിയുടെ മുൻ ചെയർമാൻ രാംഗോപാൽ സാറിൻ്റെ വാക്കുകൾ ഓർത്തു. കാർത്തി, ജോലി എന്നും നമ്മുടെ വരുതിയിലായിരിക്കണം, അല്ലാതെ നമ്മൾ ജോലിയുടെ വരുതിയിലാവരുത്. നീ ജോലിയാണ് ജീവിതമെന്ന് കരുതുന്നെങ്കിൽ സങ്കടത്തിലായിരിക്കും നീ ചെന്ന് അവസാനിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അന്നവന് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഇന്ന് ശരിക്കും നെഞ്ചിൽ കിടന്ന് പൊള്ളുന്നുണ്ട്. ക്യാപ്കോൺ അവൻ്റെ സ്വന്തം സ്ഥാപനമാണെന്ന് കരുതി അഹോരാത്രം അവൻ പ്രയത്നിച്ചിരുന്നു. എല്ലാവരും തൻ്റെ സ്വന്തക്കാരെന്ന് തെറ്റിദ്ധരിച്ചു. എല്ലാം ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു. ഈ ലോകത്ത് അവനിനി ഒരു ഇടവുമില്ല. അന്തസ്സും ജോലിയും കുടുംബവും നഷ്ടപ്പെട്ട ഒരാൾ പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ചു നിൽക്കുമ്പോൾ ആത്മഹത്യ എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ ഒരു നിഴലായി വന്നു. ഒന്ന് ചാടിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. നാളെ ഈ ലോകം എന്നെ മറക്കും. അവൻ താഴേക്ക് നോക്കി. പെട്ടെന്ന് ആഞ്ഞു വീശിയ ഒരു തണുത്ത കാറ്റ് അവൻ്റെ മുഖത്തടിച്ചു. ആ കാറ്റിന് ലീനയുടെ പെർഫ്യൂമിൻ്റെ ഗന്ധമുണ്ടെന്ന് അവന് തോന്നി. അവളുടെ ആ വിജയച്ചിരി അവൻ്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. അവൻ ഉറക്കെ അലറി. ശാന്തമായി ഒഴുകുന്ന പുഴയും കറുത്തിരുണ്ട ആകാശവും മാത്രം അവൻ്റെ വേദനയറിഞ്ഞു. ആകാശത്ത് കാർമേഘം വന്ന് ചന്ദ്രനെ മറച്ചു. പെട്ടെന്ന് അവൻ്റെ ഉള്ളിലൊരു മാറ്റം സംഭവിച്ചു. ഭയവും നിരാശയും മാഞ്ഞുപോയി. പകരം അവിടെ ഒരു തണുത്തുറഞ്ഞ പക രൂപപ്പെട്ടു. ഞാൻ മരിച്ച അവർ വിജയിക്കും. ലീന തമ്പി എന്ന രാക്ഷസി വീണ്ടും പുതിയ ഇരകളെ തേടും. എൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാതെ പോവും. ഈ സമൂഹം ഇങ്ങനെയാണ്. ഇവിടെ സത്യസന്ധതയ്ക്ക് പുല്ലുവിലയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അവൻ പാലത്തിൻ്റെ കൈവരിയിലെ പിടിമുറുക്കി. അവൻ്റെ കണ്ണുകളിൽ നനവ് പറ്റി. പകരം അവിടെ ഒരു പുതിയ അഗ്നി തെളിഞ്ഞു. നിയമം പാലിച്ചു കളിച്ചതുകൊണ്ടാണ് താൻ തോറ്റത്. ഇനി ഈ ലോകം കാണാൻ പോകുന്നത് മറ്റൊരു കാർത്തിക്കിനെയാണ്. ലീന മാഡം, നിങ്ങളൊരു സിസ്റ്റത്തെയാണ് ഹാക്ക് ചെയ്തത്. പക്ഷേ ഞാൻ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഹാക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു രാക്ഷസിയെ തോൽപ്പിക്കാൻ ഞാൻ അതിലും വലിയൊരു കെണിയൊരുക്കും. ഇനി മുതൽ ഞാനാണ് ആർക്കിടെക്ട്, നിങ്ങളുടെ നാശത്തിൻ്റെ ശില്പി. പാലത്തിൽ നിന്നും താഴേക്കിറങ്ങുമ്പോൾ കാർത്തിക്കിൻ്റെ നടത്തത്തിന് ഒരു പുതിയ ഉറപ്പുണ്ടായിരുന്നു. ഒരു ചീട്ടുകൊട്ടാരം തകർന്നെടുത്ത് അവനൊരു കോട്ടമണിയാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി പഴയ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഒരു ഇടുങ്ങിയ ലൈനിലെ ഹോസ്റ്റലിൽ കാർത്തിക് ഒരു ചെറിയ മുറിയെടുത്തു. ആ മുറിക്ക് ഒരു പഴയ കമ്പ്യൂട്ടർ ലാബിൻ്റെ മണമായിരുന്നു. അവിടെ ഇരുന്ന് അവൻ തൻ്റെ ഭൂതകാലത്തെ ഇല്ലാതാക്കാൻ തുടങ്ങി. കാർത്തിക് രാജ് എന്ന IT വിദഗ്ധനെ ഇന്റർനെറ്റിൻ്റെ ലോകത്തു നിന്നും അവൻ തുടച്ചു നീക്കി. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, പഴയ ഫോട്ടോകൾ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. കാർത്തിക് മരിച്ചു. അവൻ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു. ഇനി ഈ ലോകം കാണാൻ പോകുന്നത് തികച്ചും പുതിയ ഒരാളെയാണ്. അടുത്ത 3 മാസങ്ങൾ അവനൊരു റിസർച്ചിലായിരുന്നു. ലീന തമ്പിയുടെ സോഷ്യൽ മീഡിയ ഫീഡുകൾ, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, യാത്രാരേഖകൾ എല്ലാം അവൻ സൂക്ഷ്മമായി പരിശോധിച്ചു. ലീനയെപ്പോലൊരു സ്ത്രീയെ തകർക്കാൻ പണമോ പദവിയോ പോരാ എന്ന് അവൻ അറിയാമായിരുന്നു. അവൾക്ക് ലോകത്തിനു മുന്നിൽ ഒരു പെർഫെക്റ്റ് വുമൺ പരിവേഷമുണ്ട്. ദുര്യോധനെ തുടക്കടച്ചു വീഴ്ത്തണം. അതുകൊണ്ട് അവരുടെ മർമ്മം കണ്ടുപിടിക്കണം. ആ മർമ്മം കണ്ടുപിടിക്കലാണ് അവൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അവൻ കരുതിയപ്പോൾ അവരൊരു സാധാരണ സ്ത്രീ അല്ലായിരുന്നു. ജീവിതത്തെ ഒരു തിരക്കഥ പോലെ അവർ രചിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം അവരുടെ കൈവെള്ളയിൽ. തൻ്റെ ഉള്ളിലെ രാക്ഷസിയെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താതെ ആർക്കും അസഹ്യവും ഉളവാകുന്ന രീതിയിൽ ഒരു മുഖംമൂടിയും ധരിച്ച് അവർ സന്തോഷമായി ജീവിക്കുകയാണ്. ഒടുവിൽ മാസങ്ങളുടെ റിസർച്ചിനൊടുവിൽ അവൻ ആ ആയുധം കിട്ടി. ലീനയുടെ മകൾ ജാൻവി. ജാൻവിയെ ലീന അധികം പുറംലോകം കാണിച്ചിരുന്നില്ല. അതിന് തക്കതായ കാരണവും ഉണ്ടായിരുന്നു. കാർത്തിക് ജാൻവിയുടെ സോഷ്യൽ മീഡിയകൾ തപ്പി. ഒരു ബഹളത്തിലും അവളില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ പണ്ടെപ്പോഴോ ഉണ്ടാക്കിയ ഒരു ബ്ലോഗ് പേജ് കണ്ടെടുത്തു. ജാൻവി, ലീനയുടെ നേർവിപരീതം. ആ ബ്ലോഗ്സ് വായിച്ചപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ആഡംബരങ്ങളുടെ നടുവിലും അവൾ ഏകാന്തത ആഗ്രഹിച്ചു. അമ്മയുടെ കോർപ്പറേറ്റ് ലോകത്തെ അവൾ വെറുത്തിരുന്നു. അവൾക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ക്യാൻവാസും നിറങ്ങളും മാത്രമാണ്. തികച്ചും ഒരു കലാസ്നേഹി, കലയെ ജീവവായുവാക്കിയ ഒരു പാവം പെൺകുട്ടി. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. തൻ്റെ ഇരയെ ലഭിച്ച വേടൻ്റെ പോലെ വിജയചിരി.
അവൻ അടുത്ത കുറേ നാളുകൾ അവളുടെ ഓരോ ചലനവും നിരീക്ഷിച്ചു. അവൾ ഏതൊക്കെ ഗാലറികളിൽ പോകുന്നു, എന്തുതരം ചിത്രങ്ങളാണ് അവൾക്കിഷ്ടം, അവൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഏതാണ്, എല്ലാം അവൻ തൻ്റെ ലാപ്ടോപ്പിൽ ഒരു അൽഗോരിതം പോലെ വിശകലനം ചെയ്തു. ജാൻവി വെറുമൊരു പെൺകുട്ടിയല്ല, അവൾ ലീനയുടെ കോട്ടയിലേക്കുള്ള ഒരേയൊരു വാതിലാണ്. കാർത്തിക് തൻ്റെ ഡയറിയിൽ കുറിച്ചു. ഇനി മാറ്റേണ്ടത് തൻ്റെ രൂപമാണ്. പഴയ ക്ലീൻ ഷേവ് ലുക്ക് മാറ്റി, കട്ടിയുള്ള താടി വളർത്തി, മുടിയും നീണ്ടിരുന്നു. IT കമ്പനിയുടെ ID കാർഡ് തൂക്കിയിരുന്ന കഴുത്തിലിപ്പോൾ ഒരു കറുത്ത ചരടിൽ കോർത്ത ചെറിയ പെൻഡന്റാണ്. കയ്യിൽ കുറെ ബ്രേസ്ലെറ്റുകളും. ഒരു കലാകാരന്റെ വേഷം അവൻ മനസ്സിൽ കണ്ടതുപോലെ തന്നിൽ ഡിസൈൻ ചെയ്തെടുത്തു. അയഞ്ഞ ലിനൻ ഷർട്ടുകളും വിരലുകളിൽ പറ്റിപ്പിടിച്ച പെയിന്റ് കറകളും കാഴ്ചയിൽ അല്പം നിഗൂഢത തോന്നിക്കുന്ന കണ്ണടയും. അവൻ ഹാഷ്മി എന്ന പുതിയ വ്യക്തിത്വത്തിലേക്ക് മാറി. ആഴ്ചകളോളം അവൻ ചിത്രകലയെക്കുറിച്ച് പഠിച്ചു. ബ്രഷ് സ്ട്രോക്കുകളെക്കുറിച്ചും നിറങ്ങളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചും അവൻ ആഴത്തിൽ മനസ്സിലാക്കി. താൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രണയമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെന്ന് അവൻ അറിയാമായിരുന്നു. നഗരത്തിലെ പ്രശസ്തമായ മെട്രോ ആർട്ട് ഗാലറി, അവിടെ ജാൻവിയുടെ പ്രിയപ്പെട്ട ഒരു പെയിന്റിംഗ് ഉണ്ട്, ദ വീപ്പിംഗ് വില്ലോ. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് അവൾ അവിടെ എത്തും. എല്ലാം അവൻ മുൻകൂട്ടി രചിച്ചു വെച്ചു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ഹാഷ്മി എന്ന വേഷത്തിൽ കാർത്തിക് ആ പെയിന്റിങ്ങിന് മുന്നിൽ നിന്നു. അവൻ തൻ്റെ കണ്ണട ശരിയാക്കി. എപ്പോഴുമുള്ളതുപോലെ ജാൻവി ചൊവ്വാഴ്ച ആ സമയമായപ്പോൾ അവിടെ എത്തി. പതിവ് പോലെ കറുത്ത വസ്ത്രം ധരിച്ച് തോളിലൊരു ബാഗുമായി ഗാലറിയിലേക്ക് അവൾ കയറി വന്നു. കാർത്തിക്കിൻ്റെ ഉള്ളിൽ ഒരു പരിഭ്രമം തോന്നിയില്ല. കാരണം പഴയ കാർത്തിക് മരിച്ചിരുന്നു. ഇപ്പോഴുള്ളത് ഹാഷ്മിയാണ്. അവൻ്റെ മനസ്സിൽ ലീനയുടെ ആ ചിരിയും തൻ്റെ അച്ഛൻ്റെ തളർന്ന മുഖവും തെളിഞ്ഞു വന്നു. അവനൊരു ദീർഘനിശ്വാസം എടുത്തു. അപ്പോൾ ഒരു തണുത്ത നിശ്ചയദാർഢ്യം വന്നു. ജാൻവി പെയിന്റിങ്ങിനടുത്തെത്തിയിരുന്നു. അപ്പോഴേക്കും അവൾ ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കാർത്തിക് പതിയെ അവളുടെ അരികിലേക്ക് നീങ്ങി. അവൾ ശ്രദ്ധിക്കാത്ത വിധത്തിൽ അവൻ ആ ചിത്രത്തിലെ ഒരു പ്രത്യേക സ്ട്രോക്കിലേക്ക് വിരൽ ചൂണ്ടി പതുക്കെ പറഞ്ഞു. കാർത്തിക്കിന്റെ വാക്കുകൾ ആ വലിയ ഹാളിലെ നിശബ്ദതയെ മുറിച്ചുകടന്ന് ജാൻവിയുടെ ഉള്ളിൽ ചെന്ന് ചറച്ചു. അവൾ പതുക്കെ തല തിരിച്ചു നോക്കി. തന്റെ പ്രിയപ്പെട്ട ചിത്രത്തിലെ മെലങ്കളി ഇത്ര കൃത്യമായി മനസ്സിലാക്കിയ ഈ മനുഷ്യൻ ആരായിരിക്കും? കാർത്തിക് അവളെ നേരിട്ട് നോക്കിയില്ല. അവന്റെ കണ്ണുകൾ ഇപ്പോഴും ആ പെയിന്റിങ്ങിലായിരുന്നു. ഒരു വിദഗ്ധനെ പോലെ അവൻ ആ ക്യാൻവാസിലെ ഓരോ ഇഞ്ചും വിശകലനം ചെയ്യാൻ തുടങ്ങി. ഈ പെയിന്റിങ്ങിലെ ബ്രഷ് വർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ അവളുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി നീങ്ങി നിന്നു. അവളുടെ മുടിയിലെ ഷാംപൂവിന്റെ ഗന്ധം അവൻ അനുഭവപ്പെട്ടു. മിക്കവരും ഇതിലെ നീല നിറത്തെ സങ്കടമായിട്ടാണ് കാണുന്നത്. പക്ഷെ എനിക്കിതിൽ കാണാൻ കഴിയുന്നത് വിൻസെന്റ് വാൻ ഗോഗിന്റെ ഡിസ്റ്റർബ്ഡ് ആയ പോലത്തെ മനസ്സാണ്. ആ മരത്തിന്റെ ചില്ലകൾ ആകാശത്തേക്ക് പടരാൻ ശ്രമിക്കുന്നത് നോക്കൂ. അത് മണ്ണിലെ വേരുകളെ അറുത്തുമാറ്റി പറന്നുയരാൻ ആഗ്രഹിക്കുന്നത് പോലെയില്ലേ? ജാൻവി ഒന്ന് ശ്വാസം അടക്കി പിടിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാനിത് ദിവസവും വന്ന് നോക്കാറുണ്ട്. പക്ഷേ ആ ചില്ലകളിലെ റെബല്യൺ ആരും ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല. എല്ലാവരും അതിൻ്റെ ഭംഗിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. കാർത്തിക് പതുക്കെ ഒരു ചിരി വിടർത്തി. തൻ്റെ പുതിയ ഐഡന്റിറ്റിയായ ഹാഷ്മി എന്ന കലാകാരൻ ജാൻവിയുടെ ഹൃദയത്തിലേക്ക് ആദ്യത്തെ പാത വെട്ടുകയായിരുന്നു. കല വെറും ഭംഗിയല്ല ജാൻവി, അത് ഹൃദയത്തിൻ്റെ മുറിവുകളാണ്. നോക്കൂ, ഇവിടെ ഈ മഞ്ഞ നിറം ഉപയോഗിച്ചിരിക്കുന്നത് പ്രകാശത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ആത്മാവിൻ്റെ വിലാപമാണ്. അവൻ തൻ്റെ നീണ്ട വിരലുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചു. ഒരു ക്യൂബിസ്റ്റ് പെയിന്റിങ്ങിൽ ചിതറിപ്പോയ രൂപങ്ങൾ പോലെയാണ് നമ്മുടെ ജീവിതവും. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു കുഴപ്പമായി തോന്നാം, പക്ഷെ ഉള്ളിലേക്ക് നോക്കിയാൽ അതിലൊരു കൃത്യമായ പാറ്റേൺ കാണാം. ജാൻവിക്ക് ആ നിമിഷം കാർത്തിക് ഒരു അപരിചിതനായി തോന്നിയില്ല. അമ്മയുടെ അധികാര സ്വഭാവമുള്ള വാക്കുകൾക്കും ഓഫീസിലെ കൃത്രിമമായ ചിരികൾക്കുമിടയിൽ ആരോ ഒരാൾ തൻ്റെ ആത്മാവിൻ്റെ ഭാഷ സംസാരിക്കുന്നത് അവൾ ആദ്യമായി കേട്ടു. നിങ്ങളൊരു ആർട്ടിസ്റ്റാണോ? അവൾ കൗതുകത്തോടെ ചോദിച്ചു. കാർത്തിക് ഒരു നിമിഷം മൗനമായി നിന്നു. അവൻ്റെ മനസ്സ് പിന്നിലേക്ക് പോയി. താനൊരു കോഡിംഗ് ആർട്ടിസ്റ്റായിരുന്നു. അക്കങ്ങൾക്കും ലോജിക്കുകൾക്കും ഇടയിൽ ജീവിതം കെട്ടിപ്പടുത്തവൻ. പക്ഷേ ഇന്നവൻ ജീവിതം കൊണ്ട് പുതിയൊരു ചിത്രം വരയ്ക്കുകയാണ്. ലീനയുടെ തകർച്ചയുടെ ചിത്രം. അതെ, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പക്ഷേ എൻ്റെ ക്യാൻവാസുകൾ ഇപ്പോൾ ശൂന്യമാണ്. ജീവിക്കാൻ മറന്നുപോയ ഒരാൾക്ക് എങ്ങനെ നിറങ്ങളെ സ്നേഹിക്കാൻ കഴിയും? ഞാൻ നഷ്ടപ്പെട്ടു പോയ എൻ്റെ നിറങ്ങളെ തിരഞ്ഞുള്ള യാത്രയിലാണ്. ആ വാക്കുകളിലെ നിഗൂഢതയും നേരിയ വിഷാദവും ജാൻവിയെ വല്ലാതെ ആകർഷിച്ചു.
താൻ അനുഭവിക്കുന്ന അതേ ഒറ്റപ്പെടൽ ഈ മനുഷ്യന്റെ വാക്കുകളിലുമുണ്ട്. കാർത്തിക് ശ്വാസം അടക്കി പിടിച്ചു. ഒരു മികച്ച ഹാക്കറെ പോലെ അവൻ അവളുടെ വികാരങ്ങളുടെ ഫയർവാൾ ഭേദിച്ചിരിക്കുന്നു. ജാൻവിയുടെ കണ്ണുകളിൽ വിരിഞ്ഞ ആശ്വാസം അവന് വ്യക്തമായി കാണാമായിരുന്നു. അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു കാമുകനല്ല, മറിച്ച് തൻ്റെ ഏകാന്തതയെ മനസ്സിലാക്കുന്ന ഒരു മ്യൂസാണെന്ന് അവൾ വിശ്വസിച്ചു തുടങ്ങി. ഇര താൻ അറിയാതെ തന്നെ കെണിയിലേക്ക് നടന്നടക്കുകയാണ്. ജാൻവിയുടെ ഹൃദയം ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു.